ഝാർഖണ്ഡിൽ ലവ് ജിഹാദ് എന്ന ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ദമ്പതികളെ തേടി വീണ്ടും പോലീസ് ആലപ്പുഴയിലെത്തിയിരിക്കുന്നു. ഗാലിബിനെയും ആശയെയും കള്ളക്കേസിൽ കുടുക്കി തിരികെ കൊണ്ടുപോകാൻ രാജറപ്പ പോലീസ് ഇന്നലെ രാത്രിയും ശ്രമിച്ചു. രാജറപ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത പുതിയ കിഡ്നാപ്പിംഗ് കേസിന്റെ FIR ന്യൂസ് 18 ലഭിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇന്നലെ ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് സത്യത്തിലൊരു ഞെട്ടലായിരുന്നു. മതത്തിന്റെ പേരിൽ മാത്രം 2 യുവാക്കളെ എങ്ങനെയാണ് പോലീസ് പിന്തുടർന്ന് അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ പോലീസിന്റെ സംരക്ഷണയിലാണ് അവരുള്ളത് എന്ന കൃത്യമായ ബോധ്യമുണ്ടായിട്ടും വീണ്ടും അവരുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു ശ്രമം. ഇപ്പോൾ അവർക്ക് ആശയം മാത്രം മതി എന്നാണോ പറയുന്നത്? ഇന്നലെ രാത്രി എന്താണ് അവിടെ സംഭവിച്ചത്? ശ്രീജ, തീർച്ചയായും മതത്തിന്റെ പേരിൽ ഭയാനകമായ ഒരു സാഹചര്യം അവിടെ ജാർഖണ്ഡിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആഷയും ഒപ്പം തന്നെ മുഹമ്മദ് ഗാലിബും ഈ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി കായംകുളത്തെത്തി വിവാഹിതരായത്. കേരളത്തിലെ ഒരു മതേതര സ്വഭാവം തന്നെ പരിഗണിച്ചാണ് ഇവിടെ സുരക്ഷിതമായി നിന്നുകൊണ്ട് വിവാഹം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എത്തിയത്. പക്ഷേ ജാർഖണ്ഡ് പോലീസ് ഇപ്പോഴും അവരെ വിടാതെ പിന്തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഇവർക്കായുള്ള തിരച്ചിൽ ഒരു 9 മണിയോടുകൂടി വീണ്ടും ജാർഖണ്ഡ് പോലീസ് ആരംഭിച്ചു എന്നുള്ളതാണ്. ജാർഖണ്ഡിൽ നിന്ന് എത്തിയ അന്വേഷണ സംഘം ഇപ്പോഴും കായംകുളത്ത് തുടരുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ കള്ളക്കേസിൽ കുടുക്കി തിരികെ കൊണ്ടുപോകാനുള്ള നീക്കം നടന്നു എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ വെളിവാകുന്ന രേഖകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതായത് ആഷയും ജാവേദും ആഷയും ഗാലിബും ആലപ്പുഴയിൽ എത്തിയത് കഴിഞ്ഞ 9 അവർ ജാർഖണ്ഡ് റാഞ്ചി വഴി കേരളത്തിലേക്ക് വരുന്നു. 11 ഇവിടെ വിവാഹിതരാകുകയും ചെയ്യുന്നു. 14 തീയതി ഇവരെ അന്വേഷിച്ചുകൊണ്ട് ജാർഖണ്ഡിൽ നിന്നുള്ള അന്വേഷണ സംഘം പോലീസ് എത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ ആഷയുടെ സഹോദരി അൽക്ക അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും ഇപ്പോഴും നിലവിലും ജാർഖണ്ഡിൽ വലിയ പ്രതിഷേധം ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അന്യമതസ്ഥരായ 2 പേർ വിവാഹം കഴിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് ആരോപണം ഉന്നയിച്ച് വലിയ പ്രതിഷേധം നടക്കുകയാണ്. അങ്ങോട്ട് പോകാനാവാത്ത അവസ്ഥയാണ്. അവിടെ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാർഖണ്ഡ് പോലീസ്, കേരള പോലീസ് പ്രായപൂർത്തിയായ 2 പേർക്ക് ലഭ്യമാകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ പരിഗണിച്ച് അവരെ തിരിച്ചയക്കാനാകില്ല, അവരുടെ താല്പര്യമില്ലാതെ തിരിച്ചയക്കാനാകില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ പുതിയ ഒരു കേസുമായി അവർ വരികയായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 22-ന് ഗാലിബിന് എതിരെ പുതിയൊരു FIR ആണ് ഇപ്പോൾ രാജറപ്പ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ FIR-ന്റെ പകർപ്പാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ FIR പ്രകാരം ഈ ആഷയെ മുഹമ്മദ് ഗാലിബ് തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പിംഗ് കേസാണ് അവർ എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ കേസ് എടുത്തിട്ടുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. അതായത് ആഷയും ഗാലിബും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ 15-ന് രാജറപ്പ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അവർ ഇവിടെ എത്തി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആഷ ഗാലിബിനൊപ്പം ജീവിക്കുന്നതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അടക്കം അവർ ഗാലിബിന്റെയും ആഷയുടെയും സ്റ്റേറ്റ്മെന്റ് കായംകുളത്ത് നിന്ന് എടുത്തിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പുകളും നമ്മൾ പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ 22-ാം തീയതി 15-ന് ആ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത് ഒപ്പിട്ട ആഷയുടെ കയ്യിൽ നിന്നും ഗാലിബിന്റെ കയ്യിൽ നിന്നും ഇവർ വാങ്ങുന്നു. അത് കായംകുളത്ത് തന്നെയുള്ള അഭിഭാഷകയായ സുഹൃത്തായ ഗയെ കൊണ്ടും അതിനെ സാക്ഷിയായി ഒപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് 22-ന് ഇവരെ കിഡ്നാപ്പിംഗ് കേസ്, അതായത് ഗാലിബ് ആഷയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അവർ ആരോപിക്കുന്നത് പോലെ തന്നെ ഏത് വിധേനയും കള്ളക്കേസിൽ കുടുക്കിയാണെങ്കിലും ഇവരെ തിരികെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നീക്കം. അതിന്റെ ഭാഗമായുള്ള സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദമടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാജറപ്പ പോലീസ് ഇപ്പോഴും കായംകുളത്ത് തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും ആ തിരച്ചിൽ നടന്നു. ഇപ്പോൾ കള്ളക്കേസിൽ അവരെ കുരുക്കി കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും കൗതുകരമായി പറയുന്നത് കേസ് എടുത്തിരിക്കുന്നത് മുഹമ്മദ് ഗാലിബിനെതിരെയാണ്. എന്നാൽ ഗാലിബിനെ അവർക്ക് ആവശ്യമില്ല, അവർക്ക് ആഷയാണ് ആവശ്യം. ആഷയെ കൊണ്ടുപോയാൽ ഗാലിബിനെ ഇവിടെ നിർത്താനാകും എന്നുള്ള വിചിത്രമായ വാദവും ഒക്കെ രാജറപ്പ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരണ്യ, ഇപ്പോൾ ഇവിടെ ഇന്നലെ കായംകുളം പോലീസിന്റെ സംരക്ഷണയിൽ തന്നെയാണ് അവരുള്ളത്. വിട്ടു നൽകാൻ പറ്റില്ല എന്ന കൃത്യമായ നിലപാട് കായംകുളം പോലീസ് എടുത്തിരുന്നു. അവർ ഹൈക്കോടതിയിലേക്ക് സംരക്ഷണം തേടി പോവുകയും ചെയ്തിരുന്നു. ഈ കായംകുളം പോലീസ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്താണ്? ഇതിന്റെ ഒരു
സ്റ്റേറ്റ് പോലീസിലേക്ക്, സ്റ്റേറ്റ് പോലീസ് ചീഫിനെയൊക്കെ വിവരം അറിയിക്കുന്ന തരത്തിലേക്ക് ഇത് പോകുന്നുണ്ടോ? ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ടോ? ശ്രീജ, ഇത് സ്റ്റേറ്റ് പോലീസിന് കൃത്യമായി അറിയാം. പ്രത്യേകിച്ച് DGP ജില്ലാ പോലീസ് മേധാവിക്കും കായംകുളം SHOയ്ക്കും ആഷയും ഈ ഗാലിബും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഈ പരാതി കൈമാറുന്നതായുള്ള റെസിപ്റ്റും, അത് ഈ പരാതി മെയിൽ മുഖാന്തരം അയച്ച പരാതി റിസീവ് ചെയ്തതിന്റെ റെസിപ്റ്റും ഇവർക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തക്ക രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഈ സംഭവത്തിനകത്ത് ഇന്നലെ ഈ രാജറപ്പ പോലീസ് എത്തിയ ഘട്ടത്തിൽ തങ്ങൾക്ക് ഒരു വിധത്തിലും സഹായിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് കായംകുളം പോലീസ് എടുത്തത്. അതായത് രാജറപ്പ പോലീസ് ആവശ്യപ്പെടുന്നത് പോലെ ഇവരെ വിട്ടു നൽകുന്നതിനായി കേരള പോലീസ് എന്ന നിലയിൽ അവർക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ, ആഷയ്ക്കും ഗാലിബിനും അനുകൂലമായ നിലപാട് തന്നെയാണ് കായംകുളം പോലീസ് എടുത്തത്. പ്രാദേശികമായി CPM അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ കൂടി അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, പ്രായപൂർത്തിയായ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ അവർക്കുമുണ്ട്. എവിടെ വേണമെങ്കിലും ജീവിക്കാനുള്ള ആളുകളുണ്ട്. 26-30 വയസ്സുള്ള 2 വ്യക്തികളാണ്. അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള അവകാശം നിലനിൽക്കെ അത്തരം അവകാശങ്ങൾക്ക് വേണ്ടി അവർ ഹൈക്കോടതിയിലടക്കം ഇപ്പോൾ പോരാടുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ വിട്ടു നൽകാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാജറപ്പ പോലീസ് ഇങ്ങനെ ഇത്തരം ഒരു പുതിയ FIR കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ പോലും അത് ഇവിടെ കൃത്യമായി കായംകുളം പോലീസിന് അറിയാം. കാരണം കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് 14-ാം തീയതി രാത്രി മുതൽ 15-ന് പുലർച്ചെ വരെ നീളുന്ന ഈ ആഷയുടെ മൊഴി അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജറപ്പ പോലീസ് ആഷയുടെ മൊഴി എടുക്കുന്നത് പോലും കായംകുളം പോലീസ് സ്റ്റേഷനിലുള്ളിൽ വെച്ചാണ്. അങ്ങനെ മൊഴി രേഖപ്പെടുത്തി മടങ്ങിയ സംഘത്തിന് എങ്ങനെയാണ് 22-ന് കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പുതിയ FIRമായി വരാനാകുക? അവർ ഇവിടെ സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ടെന്ന് കൃത്യമായ ധാരണ രാജറപ്പ പോലീസിനുണ്ടായിട്ടും ആ ഉദ്യോഗസ്ഥർ തന്നെ വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതാണ്. നിയമ സംവിധാനങ്ങൾ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തയ്യാറായ അല്ലെങ്കിൽ മുന്നോട്ട് വന്നിരിക്കുന്ന 2 പേരെ ഏത് വിധേനയും, അതായത് അവിടെ ജാർഖണ്ഡിൽ നടക്കുന്ന പ്രതിഷേധം പോലെ മതവാദികളുടെ അല്ലെങ്കിൽ ഹിന്ദു മഹാസംഘടന അടക്കമുള്ള സംഘടനകളുടെ വലിയ പ്രതിഷേധം തെരുവിൽ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ അവിടേക്ക് മടങ്ങിപ്പോയാൽ അവരുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഗയ ലത, ഗയ ഇവരുടെ സുഹൃത്താണ്. ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ഇപ്പോൾ കായംകുളത്ത് ലഭ്യമാക്കുന്നതും അഡ്വക്കേറ്റ് ഗയയാണ്. ഗയ, ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പോലീസ് അവിടെ തുടരുന്നുണ്ട്, ഏത് സാഹചര്യത്തിലും അവരുടെ ഭാഗത്തു നിന്നും വീണ്ടും നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടിരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും പുതിയൊരു കിഡ്നാപ്പിംഗ് കേസും കൂടി, അതും ഡേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ട ശേഷമാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നത്? ഈ ജാർഖണ്ഡ് പോലീസ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസവും, അതായത് 2 ദിവസം മുന്നേയും കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് കായംകുളം പോലീസ് സ്റ്റേഷൻകാർ ഇവരുടെ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി രേഖപ്പെടുത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെ വിട്ടതും. അതിനുശേഷം ഈ പോലീസുകാർ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഇവര് മറ്റൊരു വാറണ്ട് കേസ്, മറ്റൊരു ഫേക്ക് വാറണ്ട് കേസുമായിട്ട് ഗാലിബിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഗാലിബ് എവിടെയാണ് ഉള്ളത് എന്ന് ഇവർക്ക് ഈ ജാർഖണ്ഡ് പോലീസ് സംഘത്തിന് അറിയാമോ? ഇന്നലെ എങ്ങനെയാണ് ഈ വിവരം നിങ്ങളെ അവർ അറിയിക്കുന്നത്? എങ്ങനെയായിരുന്നു? ഇന്നലെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോള് വരുമായിരുന്നു, ഇവിടുന്ന് ആളുകൾ വന്ന് നിൽപ്പുണ്ട്, ഗാലിബിനെ വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞു. അതൊരു പ്രത്യേകതരം ആവശ്യമാണല്ലോ ഗയ. അതായത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗാലിബിനെതിരെയാണ്, പക്ഷെ അവർക്ക് വേണ്ടത് ആശയാണ്. അത് നിയമ സംവിധാനത്തിൽ നമുക്ക് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണല്ലേ? അതെ 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 അതെ, ആശയാണ് അവർക്ക് ആവശ്യം. ഈ ആശയുടെ ബന്ധുക്കൾ നേരത്തെ വന്നിരുന്നല്ലോ, തരാമെന്നാണ് നമ്മളോട്. ആശയുടെ ബന്ധുക്കളെല്ലാം ജാർഖണ്ഡിൽ തന്നെയാണ് തുടരുന്നത്. ആശയുടെ സഹോദരി നേരത്തെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിരുന്നില്ലേ? അതെ, ആശയുടെ സഹോദരിയും ഈ പോലീസ് ഉദ്യോഗസ്ഥരും ആശയുടെ മറ്റൊരു ബന്ധുവും കൂടിയാണ് 14-ാം തീയതി ഇവിടെ വന്നിരുന്നത്. അന്നും അവര് സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തോണ്ട് പോയിരുന്നതാണ്. വീണ്ടും വന്നു.
ബാക്കിയെല്ലാം പിന്നീട് നമ്മൾ നിയമപരമായിട്ട് ചെയ്തു, സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് പോലും ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലും നിയമം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ അഡ്വക്കേറ്റ് ശ്രാവൺ, അത് നോക്കുന്നുണ്ടായിരുന്നു. അത് ഏതുവരെയായി? ഇന്നാണോ പരിഗണിക്കുന്നത്? ഇന്നാണ്. അതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഗയ? കാരണം ഞങ്ങൾക്ക് പൂർണ്ണമായും പ്രതീക്ഷയുണ്ട്. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സംരക്ഷണം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്. നമ്മൾ ഈ ഇന്ത്യയിലെ ജനാധിപത്യം വന്ന് ഇന്നലെ ഗയ സംസാരിക്കുമ്പോൾ ഗയ തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ ജനാധിപത്യം എന്നുള്ളത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം അതിന് തെളിവുകളാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും സുരക്ഷിതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒരു സാഹചര്യം. ബാക്കിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗയ, ഈ ജാർഖണ്ഡിൽ നേരത്തെ അവിടെ നിന്നുള്ള വിഷ്വൽസ് ഒക്കെ കണ്ടിരുന്നു, വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നത്. ഇതിപ്പോ സത്യത്തിൽ ആരുടെ ആവശ്യമാണ്? ഈ കുടുംബത്തിന്റെ ആവശ്യമാണോ, അതോ പോലീസിന്റെ ആവശ്യമാണോ, അതോ അവിടുത്തെ ഈ തീവ്ര സംഘടനകളുടെ ആവശ്യമാണോ? ആർക്കാണ് ഈ ആശയം തിരിച്ചെത്തിക്കുക എന്നത് ഇത്ര വലിയൊരു ആവശ്യമായി മാറിയിട്ടുള്ളത്? ഇപ്പോ യഥാർത്ഥത്തിൽ ഇത് കുടുംബത്തിന്റെ ആവശ്യമല്ല, ഇപ്പം അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റിയേക്കുവാണ്. ഈ വന്നേക്കുന്ന FIR പോലും ഈ പെൺകുട്ടിയുടെ ചേച്ചി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അവരാരും കേസൊന്നും കൊടുത്തിട്ടില്ല എന്നുൾപ്പെടെ. ഈ FIRൽ ആരുടെ പരാതി പ്രകാരമാണ് അപ്പോ ഈ ഏറ്റവും ഒടുവിൽ എടുത്തിട്ടുള്ള FIR ആരുടെ പരാതിയിലാണ് എടുത്തിട്ടുള്ളത്? FIRൽ ആശയുടെ സഹോദരന്റെ കംപ്ലൈന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ആശയുടെ ബ്രദർ അങ്ങനെ ഒരു കംപ്ലൈന്റ് നൽകിയിട്ടില്ല. ആശയുടെ ബന്ധുക്കളും അയൽക്കാരും കൂടെ ചേർന്നാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷെ അവിടുത്തെ ഈ സാമൂഹ്യപരമായ സമ്മർദ്ദം, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സംഘർഷമൊക്കെ, തെരുവിലിറങ്ങി വലിയ പ്രതിഷേധം, നമ്മൾ ഈ വിഷ്വലിലൊക്കെ കാണുന്നത് പോലെ കൊടി പിടിച്ച് രാത്രി പന്തം കൊളുത്തി പ്രകടനവും കൊടിയുമേന്തി ആളുകളുടെ വലിയ പ്രകടനമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ആ സമ്മർദ്ദം കൊണ്ടായിരിക്കും ഒരുപക്ഷെ കുടുംബം ഇങ്ങനൊരു പ്രവർത്തികൾക്കൊക്കെ മുതിരുന്നത് അല്ലേ? കാര്യം ആ നാട്ടിൽ ഇത് ഒരു ലവ് ജിഹാദ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അവർ പറഞ്ഞ് പരത്തിയിരിക്കുന്നത്. ആ നാട്ടിലെ ജനങ്ങൾക്കാണെങ്കിലും മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആളുകളെ അന്ധമായി ഓരോ കാര്യങ്ങൾ വിശ്വസിപ്പിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റിയേക്കുകയാണ്. ഇതിപ്പോ മൂന്നാമത്തെ FIR അല്ലേ ഗയ? അല്ല, ഇത് രണ്ടാമത്തെ FIR. രണ്ടാമത്തെ അല്ല, ഇതാണ് FIR ഒന്നേ ഇട്ടിട്ടുള്ളൂ. ആദ്യം വന്ന തവണ FIR പോലും ഇവർ കാട്ടിയിട്ടില്ലായിരുന്നു 14-ാം തീയതി. ഓക്കെ, ഇതാണ് ഈ കിഡ്നാപ്പിംഗ് എന്ന് ആരോപിച്ചിട്ടുള്ള FIRന്റെ വിശദാംശങ്ങളാണ് ഇപ്പൊ നമുക്ക് ഒരു റീസൺ ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്ന ഒരു FIR ആണിത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ഇവിടെ FIRും കാര്യങ്ങളും ചോദിച്ചു, അവരുടെ കയ്യിൽ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. അതിനുശേഷം അവരിപ്പോൾ FIRും ആയിട്ടാണ് വന്നിരുന്നത്. അതിനകത്ത് ഓൾറെഡി ബോധ്യപ്പെട്ടു പോയതാണ്. ഈ കായംകുളം പോലീസ് ഇവരോട് വിവരങ്ങൾ എങ്ങനെയാണ് അറിയിക്കുന്നത്? കാരണം നിലവിൽ തന്നെ കായംകുളം പോലീസ് ഇവരെ ബോധ്യപ്പെടുത്തിയതാണ്. ഈ പെൺകുട്ടിയുടെ മൊഴി അവരുടെ മുന്നിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തിയതാണ്. ഇനിയും ഇങ്ങനെ ഒരു ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ കായംകുളം പോലീസ് എങ്ങനെയാണ് അവരോട് മറുപടി പറയുന്നത്? അവര് പറയുന്നത് അവർക്ക് പറയാവുന്ന രീതിയിലല്ല ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇവര് പോകാറില്ല. നിർബന്ധപൂർവ്വം ആ കോടതിയുടെ പോലീസ് സ്റ്റേഷന്റെ പ്രമിസസിനുള്ളിൽ അങ്ങ് ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. അവരെങ്ങും മടങ്ങി പോത്തേയില്ല, എന്ത് പറഞ്ഞാലും പോവില്ല. നമുക്ക് എന്തായാലും ഇന്ന് ഹൈക്കോടതി എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് അതിലേക്ക് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കാം. കാരണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് ഇഷ്ടമുള്ള ആൾക്കൊപ്പം ജീവിക്കാൻ. പ്രായപൂർത്തിയായ 2 പേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും അവകാശം നൽകുന്നുണ്ട്. ആ അവകാശങ്ങളെ ഹനിക്കാൻ ഒരു പോലീസിനും ഒരു സംസ്ഥാനത്തെ സർക്കാരിനും പോലീസിനും ഒന്നും അധികാരമില്ല. അതുകൊണ്ട് തന്നെ ആശയ്ക്ക് 26 വയസ്സുള്ള ആശയ്ക്കും 30 വയസ്സുള്ള മുഹമ്മദ് ഗാലിബിനും ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്ത് മറ്റ് പ്രത്യേക കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതിനുള്ള പൂർണ്ണമായ സംരക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ ഈ അഡ്വക്കേറ്റ് ഗയ ഉൾപ്പെടെയുള്ള ആശയും ഗാലിബും ഗയയും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ,
ഇത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത അസംബന്ധം എന്നൊക്കെ നമ്മൾ അസംബന്ധ നാടകം എന്നൊക്കെ നമ്മൾ വെറുതെ ആലങ്കാരികമായി പറയാറുണ്ടെങ്കിൽ അതാണിപ്പോൾ നമ്മൾ കായംകുളത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവാതെ ജാർഖണ്ഡ് പോലീസ് അവിടെ തന്നെ ഇരിക്കുന്നു. അവർക്ക് ബോധ്യപ്പെട്ട കാര്യത്തിൽ ഒരു FIR-ഉം കൊണ്ടുവന്ന് തീർത്തും തെറ്റായ പൂർണ്ണമായും നുണ എഴുതി ചേർത്തൊരു FIR-ഉം കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന് കൂടുതൽ പിന്തുണ ഇന്നലെയാണല്ലോ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ശരണ്യ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവർക്ക് കൂടുതൽ പിന്തുണ അല്ലെങ്കിൽ നമ്മുടെ ഈ വാർത്തയോടുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെയൊക്കെയാണ് വരുന്നത്? ശ്രീജ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിലൂടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ആഷയ്ക്കും ഗാലിബിനും അവർക്ക് ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മൂല്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടെ തുടരാനാകുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ CPM അടക്കമുള്ള കായംകുളം ഏരിയ കമ്മിറ്റി അടക്കമുള്ള CPM-ന്റെ അടക്കം പിന്തുണ അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസുമായി ബന്ധപ്പെട്ടും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും കായംകുളം ഏരിയ സെക്രട്ടറി അബിൻ ഷാ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ഉന്നയിക്കുന്ന ഒരു ആശങ്ക ഇവിടെ നിന്ന് പോയാൽ നമ്മൾ ശ്രീജ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. ഇത്തരത്തിലുള്ള വലിയ പന്തം കൊളുത്തി പ്രകടനവും 2 പേർ പ്രായപൂർത്തിയായ 2 പേർ ജോലി ചെയ്ത് ജീവിക്കുന്ന 2 പേർ വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ആളുകളാണ് ഇവർ. ഒരേ സ്കൂളിൽ പഠിച്ച ആ സ്കൂൾ കാലഘട്ടം മുതൽ പ്രണയിച്ച ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം വിവാഹിതരാകാൻ തീരുമാനിച്ച ആളുകളാണ്. അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ഒപ്പം തന്നെ ജാതി പറഞ്ഞുകൊണ്ട് മതം പറഞ്ഞുകൊണ്ടുള്ള അക്രമ സ്വഭാവത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ, തെരുവിൽ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ജാർഖണ്ഡിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് അത്ഭുതമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ നിയമവ്യവസ്ഥയെ ഒട്ടും മാനിക്കാതെ ഇവിടെ എത്തി അവരുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി എടുത്ത് അവരെങ്ങനെ ജീവിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ട് ഇവിടെ തന്നെ തുടർന്ന് 22-ന് പുതിയ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയായി ഗാലിബിന്റെ പേര് രേഖപ്പെടുത്തുകയും ഗാലിബിന് വേണ്ട, ഞങ്ങൾക്ക് ആശയെ മാത്രം മതി, ആശയെ കൊണ്ടുപോയാൽ ഗാലിബിന് ഇവിടെ തുടരാമെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് വേറെ പലതുമാണ്. പല ദുരഭിമാനം, അതായത് നമുക്കറിയാം കേരളത്തിൽ തന്നെ പല ഇത്തരം പ്രണയ കേസുകളുമായി ബന്ധപ്പെട്ട് തന്നെ ദുരഭിമാന കൊലയടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ ഈ 2 പേരെ എങ്ങനെ വിട്ടു നൽകും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അവർ എത്തിയിരിക്കുന്നത് കേരളത്തിലാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ മതേതര മൂല്യങ്ങൾ പരിഗണിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് കായംകുളത്ത് നിന്നുള്ള UAE-യിൽ ഈ മുഹമ്മദ് ഗാലിബിനൊപ്പം ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളുടെ പിന്തുണയോടെയാണ് നിങ്ങൾക്ക് കേരളത്തിൽ സുരക്ഷിതമായി വിവാഹിതരായി ജീവിക്കാൻ, പിന്നീട് ജോലി സ്ഥലങ്ങളിലേക്ക് പോകാനാകും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് അവർ റാഞ്ചിയിൽ നിന്നും 9-ന് ഈ രക്തപൂരിലും റാഞ്ചിയിൽ നിന്നും പിന്നീട് ഈ കേരളത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പോലീസിനും സർക്കാരിനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഇവിടെ പാലിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോഴും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്ന്, കായംകുളം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അവർ കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ലാതെയാണ് തങ്ങൾക്ക് ഇവരെ കൊണ്ടുപോകണം എന്ന്. അവർക്ക് ഗാലിബിനെ ആവശ്യമില്ല, അവർക്ക് വേണ്ടത് ആശയെ മാത്രമാണ്. പക്ഷെ ആശ തൻ്റെ ജീവനടക്കം അപകടത്തിലാണ് എന്ന് നമ്മളോട് ഉൾപ്പെടെ പറയുന്നു. താൻ പോയാൽ തന്നോടുള്ളൊരു സ്നേഹം കൊണ്ടല്ല, മറിച്ച് തന്നോടുള്ളൊരു പകയാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവിടെ പിന്നീട് പ്രാവർത്തികമാവുക. അത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ശരണ്യ, എങ്ങനെയാണ് ആ നാട്ടിലേക്ക് ഈ ചെറുപ്പക്കാർ തിരിച്ചു പോവുക എന്ന് നമുക്ക് തന്നെ ഇവിടെ നിൽക്കുന്ന നമുക്ക് പോലും പേടി തോന്നുന്ന തരത്തിലാണ് ആ നാട്ടിലെ ദൃശ്യങ്ങൾ. എന്തായാലും കേരള സ്റ്റോറി എന്നൊരു സിനിമയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദ റിയൽ കേരള സ്റ്റോറി അതല്ല, അത് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കി അവർക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളോടെയും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ആ റിയൽ കേരള സ്റ്റോറിക്കാണ് ഇപ്പോൾ കായംകുളം സാക്ഷ്യം വഹിക്കുന്നത്. അവരെ എന്ത് സാഹചര്യത്തിലും വിട്ടു നൽകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കായംകുളം പോലീസ് ഉള്ളത്. അവരുടെ താല്പര്യപ്രകാരം അവർ മൊഴി നൽകിയതനുസരിച്ച് അവർ 2 പേരും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അവർക്ക് ജീവിക്കാൻ ഉള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട്.
നിലപാട്, അതിനുള്ള സംരക്ഷണം, നിയമ സംരക്ഷണം കൂടെ തേടിയാണ് ഇന്ന് കേരള ഹൈക്കോടതിയിലേക്ക് ഗാലിബും ആശയും നീങ്ങുന്നത്. അവർക്ക് എല്ലാ പിന്തുണയുമായി അവരുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ഒരു നിയമ സഹായം നൽകുന്ന സുഹൃത്തുക്കളുടെ കൂട്ടവും കൂടെയുണ്ട്. അവർക്കൊപ്പം നമുക്കും നിൽക്കാം. കേരള സമൂഹം എന്ന നിലയിൽ രണ്ട് വ്യക്തികൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ മതം ഒരു തടസ്സമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കേരള സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് കൂടി ആശയ്ക്കും ഗാലിബിനും ഒപ്പം നിൽക്കാം.